ഇന്ന് ഞാനൊരു പ്രോട്ടീൻ ബോളാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. പ്രോട്ടീൻ ബോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറുത്ത എള്ള്, പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്, ഈ 3 സീഡുമാണ് കേട്ടോ. ഇത് ഒരേ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ബദാമാണ്. ബദാം ഞാൻ അത്ര അധികമായിട്ട് എടുത്തിട്ടില്ല, കുറച്ചാണ് എടുത്തേക്കുന്നത്. ഇത്രയും സാധനം നമുക്കൊരു പാനിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ വരുന്ന വരെയാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത്. അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇതിപ്പം ആ പാകത്തിനുള്ളതായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അത്യാവശ്യം ചൂടൊക്കെ ആറിയതിന് ശേഷം ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. നല്ല രീതിയിൽ പൊടിച്ചെടുക്കേണ്ട, ഒരു ഫൈൻ ആയിട്ട് പൊടിച്ചെടുക്കേണ്ട, അത്യാവശ്യം തരിയുള്ള രീതിയിൽ വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഈന്തപ്പഴവും കറുത്ത മുന്തിരിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്ത് പനങ്കൽക്കണ്ടം ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് അത്യാവശ്യം നന്നായിട്ട് ഉരുകി വരുന്ന രീതി വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് ഇപ്പം പനങ്കൽക്കണ്ടം ഇല്ലാച്ചാൽ ശർക്കരയാണെങ്കിലും ഉപയോഗിച്ചാൽ മതി കേട്ടോ. ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുത്താലും മതി. ഞാനിപ്പോൾ എനിക്ക് പനങ്കൽക്കണ്ടം ഉള്ളത് കൊണ്ട് അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് പനങ്കൽക്കണ്ടം അത്യാവശ്യം നന്നായിട്ട് തിളച്ച് പൊങ്ങി കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ഈന്തപ്പഴവും മുന്തിരിയും കൂടെ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് 2 സ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. 2 3 സ്പൂണൊക്കെ നെയ്യ് ചേർക്കാം. ഞാനിപ്പം 2 സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിന് ശേഷം പിന്നീട് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അത് അത്യാവശ്യമായിട്ടുണ്ട്. അപ്പം ഞാൻ വേണ്ട ഈ എടുത്ത് വെച്ചേക്കുന്ന പൊടിയിലേക്ക് ആ സാധനം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിക്ക് ഇളക്കിയെടുക്കുക കേട്ടോ. ഇപ്പോൾ മൊത്തം കഷ്ണവും എല്ലാം കൂടെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് നല്ല രീതിക്ക് ഇളക്കിയെടുക്കുക. ഇങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നെയ്യ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. 2 3 സ്പൂണൊക്കെ നെയ്യ് ഉപയോഗിച്ചെടുത്തിട്ട് ഇങ്ങനെ ഉരുളയായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. അപ്പോൾ പ്രോട്ടീൻ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലെ വൈകിട്ടോ എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.